ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. കേരളത്തിലെ സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ഇനി അങ്ങോട്ട് ആവശ്യമായി വന്നേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കുറേ കാലമായി നടപ്പിലായെങ്കിലും അധികം ആർക്കും അറിയത്തില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്കും കൂടി തരാം എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിലും വയസ്സായ മാതാപിതാക്കൾ മാത്രമായിരിക്കും. അത് ദമ്പതിമാരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടും. കാരണം മക്കളെല്ലാം വിദേശത്താണ്. പഠനത്തിനും ജോലിക്ക് വേണ്ടിയൊക്കെ വിദേശങ്ങളിൽ പോവും. പഠനത്തിന്, ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവും. അവിടെ ജോലി സമ്പാദിക്കും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും PR അഥവാ സിറ്റിസൺഷിപ്പ് ഒപ്പിക്കും. അവിടെ തന്നെ സെറ്റിൽ ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ എന്നെങ്കിലും അവർ നാട്ടിൽ തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇത് USA, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലോട്ടൊക്കെ പോയാൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ സാധ്യതയില്ല. സ്ഥിരതാമസത്തിനായി എന്തായാലും അവർ പിന്നെ ഇങ്ങോട്ട് വരില്ല. മക്കളെ കുറ്റപ്പെടുത്തുകയല്ല, ഇന്നത്തെ അവരുടെ സാഹചര്യം അതാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പം വീടുകളിലെല്ലാം അച്ഛനമ്മമാർ മാത്രമായി മാറുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ കൂടുകയും അവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മരുന്നും മറ്റും വാങ്ങിക്കാനായിട്ട് കൂടുതൽ പൈസകളൊക്കെ ആവശ്യമായി വരും. അപ്പോൾ ഈ സ്ഥലത്ത് കൂടെ മക്കളില്ലെങ്കിലും വിദേശത്ത് നിൽക്കുന്ന മക്കൾ സാമ്പത്തികമായിട്ടെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്താൽ അതെല്ലാം അവർ നടത്തിപ്പോവും. അതല്ല, നാട്ടിൽ സാമ്പത്തിക ശേഷിയുണ്ട് അല്ലെങ്കിൽ പെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന മക്കളുമുണ്ട്, ഇതൊന്നും ചെയ്യാത്ത മക്കളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അച്ഛനമ്മമാർ ബുദ്ധിമുട്ടുണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കാനും വിദേശത്ത് അയക്കാനുമായിട്ടൊക്കെ ഒരുപാട് പൈസ അവർ ബുദ്ധിമുട്ടി സമ്പാദിച്ചായിരിക്കുമല്ലോ ഇങ്ങനെ അയച്ചിട്ടുള്ളതൊക്കെ. അങ്ങനെ വരുമ്പം അവർക്ക് ബാങ്ക് ബാലൻസും കാണത്തില്ല. അപ്പോൾ ബാങ്ക് ബാലൻസും ഇല്ല, മക്കൾ നോക്കാനും ഇല്ല. അങ്ങനെയുള്ള സാധാരണക്കാർ നന്നായി വിഷമിക്കും. എന്നാൽ അവർക്ക് ഇച്ചിരി പ്രോപ്പർട്ടി അഥവാ ഒരു വീടടങ്ങുന്ന ഇത്തിരി പുരയിടം കൈവശം ഉണ്ടെങ്കിൽ ഈ വരുമാനം കണ്ടെത്താൻ ഒരു മാർഗമുണ്ട്. അതെങ്ങനെയെന്ന് പറയാം. സാധാരണയായി നമ്മൾ ബാങ്കിൽ നിന്ന് പലതരം ലോണുകൾ എടുക്കാറുണ്ട്. കാർ ലോണും ഹോം ലോണും ഒക്കെ. പക്ഷേ ഇതെല്ലാം നമ്മൾ തിരിച്ചടയ്ക്കണം. എന്നാണോ നമ്മളുടെ തിരിച്ചടവ് പൂർണ്ണമാകുന്നത് അതിന് ശേഷം മാത്രമേ ആ വസ്തു നമുക്ക് സ്വന്തമാവൂ. ഇതിനെയാണ് മോർഗേജ് ലോൺ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോണത് ഇതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു കാര്യമാണ്. അതായത് റിവേഴ്സ് മോർഗേജ് എന്ന് പറയും. അതായത് മോർഗേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അതായത് നമുക്ക് തിരിച്ചടയ്ക്കണ്ട, മറ്റത് തിരിച്ചടയ്ക്കണം, ഇത് തിരിച്ചടയ്ക്കണ്ട. ഇതിന് നമ്മൾ സീനിയർ സിറ്റിസൺ ആയിരിക്കുകയും വേണം, നമുക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുകയും വേണം. പരമ്പരാഗതമായി ലഭിച്ചതാണെങ്കിൽ അതിന് സാധ്യത കുറവാണെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ബാങ്കിന് കൊടുത്തുകൊണ്ട് നമുക്കവിടെ നിന്ന് ലോൺ തരും. ഈ ലോണിൻ്റെ പരമാവധി കാലാവധി 20 വർഷമാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അവർ വാല്യുവേറ്റ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ ഏതാണ്ട് 60% നമുക്ക് ലോണായി തരുന്നത്. പ്രോപ്പർട്ടി വാല്യൂവിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ അങ്ങനെ, 3 മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ അങ്ങനെ, വർഷത്തിലൊരിക്കൽ ആണെങ്കിൽ അങ്ങനെ, അത് നമുക്ക് തീരുമാനിക്കാം. രണ്ടുപേരുടെയും കാലശേഷം മാത്രമേ ഈ പ്രോപ്പർട്ടി ബാങ്കിന് സ്വന്തമാവൂ. ആ സമയത്ത് ബാങ്ക് ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് അവർ നൽകിയ തുകയും ഇൻട്രസ്റ്റും കൂടി എടുത്തിട്ട് ബാക്കി തുക അനന്തരാവകാശികൾക്ക് കൊടുക്കും. അതല്ല, നമ്മൾ അനന്തരാവകാശികളായ മക്കൾക്ക് ഈ വീട് എന്തെങ്കിലും നൊസ്റ്റാൾജിയ തോന്നി ഈ വീട് തന്നെ തിരിച്ചെടുക്കണം എന്ന് മോഹമുണ്ടെങ്കിൽ അവർക്കതാകാം. എങ്ങനെ? എമൗണ്ട്, അതായത് ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റും തിരിച്ച് ബാങ്കിന് കൊടുത്തിട്ട് പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. വരുമാനമില്ല, പ്രോപ്പർട്ടി ഉണ്ട്, മക്കൾക്ക് നമ്മളുടെ വീട് ആവശ്യവും ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പദ്ധതി നമുക്ക് സഹായകരമായി മാറും. 20 വർഷം
നമുക്കൊരു നിശ്ചിത തുക 3 മാസത്തിലിരിക്കുക, 1 മാസത്തിൽ അത് നമ്മൾ തീരുമാനിക്കുന്ന പ്രകാരം ബാങ്കിൽ നിന്ന് നമുക്ക് തരികയും ചെയ്യും. ജീവിതാവസാനം വരെ അവിടെ താമസിക്കുകയും ചെയ്യാം. മാതാപിതാക്കളെ നോക്കാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രോപ്പർട്ടിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ അത് ബാങ്കിന് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു നിശ്ചിത തുക ബാങ്കിൽ നിന്ന് മാസം തോറും 3 മാസത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നു ആ പ്രകാരം അവർ തരും. അത് വാങ്ങിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി ബാക്കിയുള്ള കാലം സന്തോഷമായി ജീവിക്കാനിരിക്കുക. അതുമൂലം ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. മക്കൾക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ടെന്ന് വെക്കണം. ഇത് ഒരു ചെറിയ അറിവാണെങ്കിലും ഇത് ഉപകാരപ്രദമാകുന്ന ചിലരൊക്കെ കാണും. അതുകൊണ്ടാണ് ഈ അറിവ് നിങ്ങൾക്കും കൂടി നൽകാമെന്ന് ഞാൻ കരുതിയത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.